മനോരമയിലെ ജോണി ലൂക്കോസ് വിരമിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനുമായി നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇട്ട് കൊട്ടാനും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വാർത്ത സൃഷ്ടിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒന്നും വേണ്ടത്ര ഒത്തില്ല. ആ അഭിമുഖത്തിലെ ഒരു പ്രസക്ത ചോദ്യം ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഭരണ നേതൃത്വത്തിൻ്റെ നിഗമനം അത് ചൂണ്ടിക്കാണിക്കുമോ? കേട്ടില്ലേ? ചോദ്യം ഇതായിരുന്നു. പിണറായി വിജയനോട് തെറ്റു പറ്റിയെന്ന് പറയാൻ പറ്റൂ എങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരില്ലേ? മനോരമയുടെ ഈ 1 മില്യൺ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ആ ധാർഷ്ട്യക്കാരൻ, ആ ധിക്കാരി ചാപ്പ ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള പരിശ്രമമായിരുന്നു. പക്ഷേ തേഞ്ഞുപോയി. അതിന് ശാരദാ മുരളീധരൻ കൊടുത്തൊരു മറുപടിയുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് കൃത്യമായി ശാരദാ മുരളീധരൻ പറഞ്ഞു വെച്ചു. ജോണി ലൂക്കോസ് ആ മറുപടി കേട്ട് ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ ഇരിക്കേണ്ടി സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. എങ്ങനെയൊക്കെ ഇടതുവിരുദ്ധ പിണറായി കേന്ദ്രീകൃത വാർത്തകൾ സൃഷ്ടിച്ചെടുക്കണം, അതിനെ വെച്ച് അലക്കണം, അതിന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇരയാക്കണം. ശാരദാ മുരളീധരൻ വിരമിച്ച ശേഷം ഫ്രഷായിട്ട് പിണറായി വിജയനെ കുറ്റം പറയുന്ന എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് വാർത്ത ആഘോഷമാക്കായിരുന്നു. പക്ഷേ കാച്ചിക്കുറുക്കിയ വാക്കുകൾ, അളന്നു മുറിച്ച വാചകങ്ങൾ, ഇതിലൂടെ ജോണി ലൂക്കോസിൻ്റെ പല ചോദ്യങ്ങളെയും അവർ ബ്രേക്കപ്പ് ചെയ്ത് കടന്നുപോയി. ഓരോ ദിവസവും പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ സൃഷ്ടിച്ച് നിർത്തിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഒരു വലിയ ജനവികാരമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റൂ. അതിന് ആരെങ്കിലുമൊക്കെ ഇരുത്തി എന്തെങ്കിലുമൊക്കെ പിണറായി വിജയനെതിരെ വാർത്ത സൃഷ്ടിക്കുക എന്ന ആ തന്ത്രകുതന്ത്രമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം. എന്തായാലും ജോണി ലൂക്കോസ് കുഴിച്ച കുഴിയിൽ ശാരദാ മുരളീധരൻ ചാടിയില്ല. അവർ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് തൊഴിൽ ചെയ്യാനുള്ള സ്പേസ് എന്ന് സർക്കാരിനൊപ്പമുണ്ട് എന്ന് പറയുന്നിടത്ത് സകലതും ആവിയായി. പിന്നെ ശുഭം.